അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. ഇരുവരും നൽകിയ വിടുതൽ ഹർജി CBI കോടതി തള്ളി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അരിയിൽ ഷുക്കൂർ കണ്ണൂരിലെ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശി. അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതക കേസാണ്. അരിയിൽ ഷുക്കൂർ കൊലക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും വിടുതൽ ഹർജി ഇപ്പോൾ CBI കോടതി തള്ളിയത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. 2012 ഫെബ്രുവരി 20 കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് വെച്ച് ഷുക്കൂർ കൊല ചെയ്യപ്പെടുന്നത്. പട്ടുവം അരിയിൽ പ്രദേശത്ത് മുസ്ലിം ലീഗ് CPIM സംഘർഷത്തോടനുബന്ധിച്ച് പട്ടുവത്തെത്തിയ അന്നത്തെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, മുൻ കല്യാശ്ശേരി MLA ടി വി രാജേഷ് എന്നിവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായതിന് പ്രതികാരമായിട്ടാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടതെന്നാണ് കേസ്. 2.5 മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്തുള്ള കൊലപാതകം എന്നാണ് അതേക്കുറിച്ച് അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, CPIM നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാവുകയല്ലേ വിടുതൽ ഹർജി CBI കോടതി തള്ളുമ്പോൾ? അങ്ങനെ തന്നെയാണ്, വലിയ തിരിച്ചടിയാണ് രണ്ട് CPIM നേതാക്കൾക്ക് ഉണ്ടാകുന്നത്. 2012 ഫെബ്രുവരി മാസം 12 യൂത്ത് ലീഗ് പ്രവർത്തകനായ അബ്ദുൽ ഷുക്കൂർ എന്ന അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ പി ജയരാജനെയും ഒപ്പം ടി വി രാജേഷിനെയും നേരത്തെ CBI പ്രതി ചേർത്തിരുന്നു. ഈ കേസിൽ രണ്ടുപേരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജി എറണാകുളം പ്രത്യേക CBI കോടതിയിൽ പി ജയരാജനും ടി വി രാജേഷും നൽകിയിരുന്നു. ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഈ ഹർജി നൽകിയത്. ഇതിനുശേഷം ഈ ഹർജിയെ എതിർത്ത് അരിയിൽ ഷുക്കൂറിൻ്റെ മാതാവ് ആത്തിക്ക ഉൾപ്പെടെ കക്ഷി ചേരുകയും വാദം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനെല്ലാം ശേഷമാണ് എറണാകുളം CBI കോടതി അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ഈ രണ്ടുപേരുടെയും CPIM നേതാക്കളായ പി ജയരാജന്റെയും ഒപ്പം ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നത്. ഇതനുസരിച്ച്, ഈ ഉത്തരവനുസരിച്ച്, ഈ തീരുമാനമനുസരിച്ച് രണ്ടുപേരും വിചാരണ നേരിടണം. വിചാരണയിൽ നിന്ന് പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാകില്ല എന്നാണ് എറണാകുളം പ്രത്യേക CBI കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും MSFന്റെ പ്രാദേശിക നേതാവുമായിരുന്നു അരിയിൽ അബ്ദുൽ ഷുക്കൂർ. 24 വയസ്സായിരുന്നു അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്. പട്ടുവം അരിയിൽ പ്രദേശത്ത് മുസ്ലിം ലീഗ് CPIM സംഘർഷത്തോട് അനുബന്ധിച്ചാണ് കൂടുതൽ വലിയ സംഘർഷമുണ്ടാകുന്നതും പി ജയരാജനും കല്യാശ്ശേരി MLA ആയിരുന്ന ടി വി രാജേഷിനും നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് പ്രതികാരമായാണ് അരിയിൽ ഷുക്കൂറിനെ വധിച്ചത് എന്നാണ് ഈ CBIയുടെ കേസ്, പ്രോസിക്യൂഷന്റെ കേസ്. 2.5 മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്തുള്ള ക്രൂരമായ കൊലപാതകം എന്നാണ് ഈ കേസിൻ്റെ കുറ്റപത്രത്തിലടക്കം രേഖപ്പെടുത്തി വച്ചിരുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. കേസിൽ പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ CBI ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത്. ഈ ഗൂഢാലോചന കുറ്റം അനുസരിച്ച് രണ്ടുപേരും വിചാരണ നേരിടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടുപേർക്കും കനത്ത തിരിച്ചടിയാകുന്ന ഒരു നിലപാടാണ് എറണാകുളം പ്രത്യേക CBI കോടതിയിൽ നിന്നുണ്ടായത്. രണ്ടുപേരും, അതായത് CPIMന്റെ രണ്ട് നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും, മുൻ കല്യാശ്ശേരി MLA ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജിയാണ് പ്രത്യേക CBI കോടതി തള്ളിയത്. രണ്ടുപേരും വിചാരണ നേരിടണം. കേസിൽ അന്യായമായാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്നായിരുന്നു ടി വി രാജേഷിൻ്റെയും പി ജയരാജൻ്റെയും വാദം. പക്ഷേ ഈ വാദം പ്രത്യേക CBI കോടതി തള്ളി. മാത്രമല്ല, ഈ തളിപ്പറമ്പ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പി ജയരാജൻ എന്നായിരുന്നു പി ജയരാജൻ്റെ വാദം. മാത്രമല്ല, ഈ കൊലപാതകവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമില്ല, രാഷ്ട്രീയ കാരണങ്ങളാലാണ് പ്രതി ചേർക്കപ്പെട്ടത് എന്നൊക്കെയായിരുന്നു പി ജയരാജനും ടി വി രാജേഷും പറഞ്ഞു. ഇതിനിടയിൽ വലിയ വലിയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. BRM ഷഫീറിന്റെ ഒരു പ്രസംഗമൊക്കെ പിടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, അരിയിൽ ഷുക്കൂർ വധത്തിന്റെ ഗൂഢാലോചന കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPIMന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ CBI ഡയറക്ടർക്ക് കത്തയച്ചതുമൊക്കെ ഓർമ്മ കാണുമല്ലോ ശ്യാം. ജയരാജനെയും രാജേഷിനെയും ഒക്കെ പ്രതി ചേർത്തത് KPCC പ്രസിഡന്റ് K സുധാകരന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്ന KPCC സെക്രട്ടറി BRM ഷഫീർ ജൂൺ 30 കണ്ണൂരിൽ നടത്തിയ ഒരു പ്രസംഗമൊക്കെ പിടിച്ചുകൊണ്ട് അതിന് പിന്നാലെ CBI ഡയറക്ടർക്ക് കത്തയക്കുന്നത് നമ്മൾ കണ്ടു. FIR ഇടാൻ സ്വാധീനം ചെലുത്തിയത് K സുധാകരനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കത്ത് CBI ഡയറക്ടർക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അന്വേഷണം നടത്തിയല്ല പ്രതികളെ നിശ്ചയിച്ചത് എന്നൊക്കെയുള്ള വാദങ്ങളാണ്.